അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിന് മുൻപിൽ സംഘർഷം തുടരുകയാണ്. അവിടെ പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസിനോട് തട്ടിക്കയറുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ഇപ്പോഴും പോലീസ് പറയുന്നത് കേൾക്കാൻ തയ്യാറാകാതെ അവർക്ക് നേരെ തട്ടിക്കയറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഈ സാഹചര്യം കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന പോലെയുള്ള ഒരു സ്ഥിതി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. അർച്ചന, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? യാതൊരു രീതിയിലും ഇക്കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഈ വിഷയം അവസാനിപ്പിക്കാനോ ഉള്ള ഉദ്ദേശം അവർക്കില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായും പ്രിയ, ഇത്തരത്തിൽ ACP അവരുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അതിന് തയ്യാറാകുന്നില്ല. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പ്രധാനമായും ഇവർ ഇത് സംബന്ധിച്ച് പറയുന്നത് പോലീസ് ബലം പ്രയോഗിച്ച് വിശ്വാസികളെ മാറ്റിയെന്നാണ്. എന്നാൽ ഇപ്പോൾ ACPക്ക് അവരോട് സംസാരിക്കാൻ കഴിയാതെ ACP അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. പ്രധാനമായും ഇവർ പറയുന്നത് ഇത്തരത്തിൽ രാവിലെ 5 മണിയോടെ ബലം പ്രയോഗിച്ച് തങ്ങളെ മാറ്റിയെന്താണ്, വൈദികർക്ക് അധികം പരിക്കേറ്റിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇതൊരു ആരോപണം മാത്രമാണെന്നാണ് ACP പറയുന്നത്. ബലം പ്രയോഗിച്ചിട്ടില്ല എന്ന് ACP വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. പുലർച്ചെയോടെ ഈ സമരപ്പന്തലിൽ നിരാഹാര സമരം നടത്തിയിരുന്ന 21ഓളം വൈദികരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അവരെ ബസിലിക്ക അങ്കണത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിൽ ബലം പ്രയോഗിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് ഈ സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇതോടെയാണ് കൂടുതൽ വിശ്വാസികൾ പള്ളിക്ക് പുറത്തേക്കെത്തി ഇത്തരത്തിലൊരു സംഘർഷം ഉടലെടുക്കുകയും അവർ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ബസിലിക്കയിൽ നിരവധിയായ സമരങ്ങൾ നടന്നതാണ്. ഇതിന്റെ എല്ലാം തന്നെ തുടക്കവും അവിടെ നിന്നാണ്. അതായത് കുർബാന വിഷയവുമായി ഇപ്പോൾ സമരത്തിന് പിന്നിലും അത്തരമൊരു കാര്യം തന്നെയാണുള്ളത്. അതായത് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് 2 വിഭാഗം, വിമത വിഭാഗവും ഔദ്യോഗിക വിഭാഗവുമായി തുടരുകയാണ്. ഇത് ഇപ്പോഴും തുടരുന്ന സാഹചര്യം. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഉണ്ടായ പ്രതിഷേധം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യം ഈ കുരിയ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ഈ കുരിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഈ ക്രിമിനൽ കുറ്റങ്ങൾ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ കുരിയ സ്ഥാനത്ത് തുടരുന്നത്. അവരെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഒപ്പം ഇതിനെല്ലാം പിന്തുണ നൽകുന്ന ബോസ്കോ പുത്തൂരിനെയും അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ അടക്കം ഇത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതായത് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന കർശന നിർദ്ദേശം എല്ലാ പള്ളികളിലും നടപ്പാക്കി വരണമെന്നാണ് വത്തിക്കാനിൽ നിന്നും അടക്കം നിർദ്ദേശം ലഭിച്ചത്. എന്നാൽ ഇത് പലപ്പോഴായി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ ജനാഭിമുഖ കുർബാന ഒരു വിഭാഗം പിതാക്കന്മാർ നടത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രധാനമായും ഇവർ പറയുന്നത് ഇത്തരത്തിൽ നിരാഹാര സമരം നടത്തിയ വൈദികരെ ബലം പ്രയോഗിച്ച് മാറ്റിയെന്താണ്. നമ്മളിപ്പോൾ ബസിലിക്കകത്ത് കാണുന്നത് ഈ വൈദികരെയാണ്. അവരിപ്പോൾ ബസിലിക്കയിൽ തുടരുകയാണ്. ACP ഇപ്പോൾ അവരുമായി സംസാരിക്കുകയാണ്. ഈ വിശ്വാസികളുമായി സംസാരിക്കാൻ ACPക്ക് കഴിഞ്ഞില്ല. കാരണം അവർ അത്തരത്തിൽ ആക്രോശിച്ചുകൊണ്ട് പോലീസിന് നേരെ നീങ്ങുന്നതാണ് കണ്ടത്. ഈ സാഹചര്യത്തിൽ അവരോട് സമാധാനപരമായി കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഇപ്പോൾ പള്ളിക്കകത്ത് പറയുന്നുണ്ടല്ലോ, അവരോട് പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, വൈദികരെ ബലം പ്രയോഗിച്ചല്ല നീക്കിയത്, അവരുടെ സുരക്ഷ മുൻനിർത്തിയാണ് മാറ്റാൻ ഉദ്ദേശിച്ചത് എന്ന്. ഇത് എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? അതുപോലെ തന്നെ വൈദികരെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവർ ഈ പള്ളി അങ്കണത്തിനുള്ളിലാണ് ഉള്ളത്. ഈ വൈദികരുടെ പ്രതികരണവും ഇതിനോട് അല്ലെങ്കിൽ മനോഭാവവും ഏത് രീതിയിലാണ്? പ്രിയ, തീർച്ചയായും പോലീസ് അത്തരത്തിലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അതായത് ഇതൊക്കെ അവരുടെ ആരോപണങ്ങൾ മാത്രമാണ്, ബലം പ്രയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസ് പ്രധാനമായും പറയുന്നത്. എന്നാൽ ഇവർ പറയുന്നത് ഇത്തരത്തിൽ വൈദികർ ബലം പ്രയോഗിച്ചു എന്ന് അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്, കാലിനടക്കം വൈദികർക്ക് പരിക്കേറ്റിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ കൂടുതൽ വിശ്വാസികൾ എത്തുകയായിരുന്നു. പിന്നീട് പോലീസ് ACP അടക്കം എത്തി ഇവരോട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇവർ കൂടുതൽ ശക്തരായി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നതാണ് കണ്ടത്. പോലീസുമായി ഇവർ യാതൊരു തരത്തിലും സംസാരിക്കാൻ തയ്യാറായില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാം ഒരു ഘട്ട പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇതുവരെ ഒരു സമാധാനപരമായ രീതിയിൽ പോയിരുന്നെങ്കിലും ഇനി തെരുവിലിറങ്ങി പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ ആണ് ഈ നീക്കം എന്നാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകാരികമായാണ് വിശ്വാസികളുടെ പ്രതികരണം. ഈ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അത്തരത്തിൽ ഒരു വൈകാരികമായ പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് തന്നെയാണ് അവരുടെ പ്രതിഷേധങ്ങളിലും നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാൻ ഈ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ നീക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ബിഷപ്പ് ഹൗസിന് മുൻപിൽ സംഘർഷം തുടരുകയാണ്. വൈദികരും ഒരു വിഭാഗവും തമ്മിൽ പോലീസിനോട് ഏറ്റുമുട്ടുന്നു. വൈദികർ പള്ളി അങ്കണത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. പക്ഷേ പോലീസ് അങ്ങനെയല്ല, മറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല. വിമത വിഭാഗം കൂടുതൽ ആളുകളെ അവിടെ എത്തിച്ചുകൊണ്ട് സംഘർഷം രൂക്ഷമാക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്നാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് കാര്യങ്ങൾ പറയാനും ധരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ പോലീസിനെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രധാന പ്രശ്നമാണ്. അവിടെ നിന്നാണ് അർച്ചന വിവരങ്ങൾ നൽകുന്നത്.